ഇതാ നോക്ക്. സീതയെയും കുട്ടിമണിയെയും കാണാനില്ല എന്ന് മതികല പത്രപരസ്യം ചെയ്യുന്നു. കുട്ടിമണിയെ നീ മനസ്സിൽ വെച്ച് നടക്കണ്ട. കിട്ടുന്നിടത്ത് വെച്ച് അവളെ തീർക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. കുട്ടിമണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കാവടി സന്യാസി അറിയുന്നു. ഒന്നുമാ ബന്ധപ്പെട്ട വിഷയം தான். എന്നാ പ്രശ്നം? അയ്യാ അത് പോലീസ് മാറ്ററിയാ. ബാലൻ വയലോരം വീട് വിട്ടു പോകാൻ തയ്യാറെടുക്കുന്നു. അടുത്ത് തന്നെ ഒരു ചെറിയ മുറിയുണ്ട്. അത് നിസ്സാര പൈസയ്ക്ക് വാടകയ്ക്ക് കിട്ടും. അവിടെ ഒരു ഇരുമ്പ് കട്ടിൽ മേടിച്ചിട്ട് മുറിയാക്കിയാലൊന്ന് ആലോചിക്കുമോ ഞാൻ. മതികല വയലോരം വീട്ടിൽ തിരിച്ചെത്തുന്നു. അമ്മേ, മതി. രവി, നിന്റെ അമ്മയും വീട്ടുകാരെ ഇങ്ങ് വിളിച്ചേ, എനിക്ക് ചിലത് പറയാനുണ്ട്. അമ്മ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. എന്തോന്ന് വഴക്ക്? തുടർന്ന് കാണുക. കലമോളുടെ അമ്മേ, വന്നു എന്റെ മോള്. അയ്യോ, എന്റെ പൊന്നുമോള് വന്നു. അമ്മ നോക്കി നോക്കി ഇരിക്കുകയായിരുന്നു. അയ്യോടാ, എന്തൊരു പുന്നാരം. എന്റെ കൊച്ചി ഇവിടെ ഉണ്ടെങ്കിലല്ലേ ആദായം ഉള്ളൂ. അതുകൊണ്ട് കാത്തിരിക്കും, എനിക്കറിയാം. കലമോളുടെ അമ്മ അങ്ങനെ പറയരുത്. ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങള് കലമോളെ സ്നേഹിക്കുന്നത്. പ്രതീക്ഷിക്കണ്ടല്ലോ, പ്രതീക്ഷിക്കാതെ എല്ലാം തരുവല്ലേ. എന്തിയാ പിശാചി പിടിച്ച തള്ള കുപ്പച്ചി അമ്മ. നാത്തൂൻ അമ്പലത്തിൽ പോയിരിക്കുക. ആഹാ, കള്ളുകൂടിയനും വന്നോ? ഞാൻ കുടിക്കുന്നതേ മാണിക്യമംഗലത്തുകാരുടെ അക്കൗണ്ടിലല്ല, എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ടാണ്. നിങ്ങൾ രവി അങ്ങ് ഭരിച്ചാ മതി. ഒരുത്തനെ ഇവിടുന്ന് അടിമക്കച്ചവടം നടത്തിയിട്ടുള്ളൂ. അതെന്നോട് വേണ്ട, കേട്ടല്ലോ. ദേ, എന്റെ ഭാര്യയുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. നീ പോടാ അവിടുന്ന്. ആഹാ, സീതയിടത്തി പോയതോടെ ബാലേട്ടൻ സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോ. അനുഭവം തീവ്രക്കുന്ന ഒരു ആലയല്ലേ കലമോളെ. അത് മനുഷ്യനെ അടിച്ചു പരത്തി മൂർച്ചയുള്ളതാക്കും. ആരോടും ഒരു വഴക്കിനും പോവാത്ത ആളാ ബാലൻ. കുട്ടിമണിയോടുള്ള അതേ ഇഷ്ടം എനിക്ക് കലമോളോടും ഉണ്ട്. മോള് തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബാലേട്ടൻ കള്ളുകുടിച്ച് വീട്ടിൽ വരത്തൊന്നുമില്ല. ഞാൻ കാരണം കലമോൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവത്തുമില്ല. ഓ, ഒരു ഹരിചന്ദ്രൻ. അവൻ കാരണം എന്റെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവൻ അകത്ത് കിടക്കും, അത് വേറെ കാര്യം. കലമോൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഉണ്ടായാൽ നിങ്ങളും കിടക്കും അകത്ത്, അത്രയുള്ളൂ. ദേ, ആ മണ്ഡപത്തിൽ കുമ്പിട്ടിരിക്കുന്ന നിങ്ങളുടെ കെട്ടിയോനോട് കൂടി പറഞ്ഞേക്കണം, എന്റെ കൊച്ചിനെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ വന്നാ എന്റെ സ്വഭാവം മാറും. അല്ലെങ്കിലും ഞാൻ ആ മണ്ഡപം വെട്ടിപ്പൊളിച്ച് കളയാനിരിക്കുക. അമ്മ പേടിക്കണ്ട. അച്ഛന്റെ ആത്മാവിനെ എത്രയും പെട്ടെന്ന് ആവാഹിച്ചുകൊണ്ടുപോയി കടലിൽ കളയാം. എന്നാ പിന്നെ കലമോള് കയറി വാ. മോളെ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിനക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ ആ നിമിഷം അമ്മയെ വിളിച്ചേക്കണം. പിന്നെ അമ്മ നോക്കിക്കോളാം ബാക്കി. കലമോളുടെ അമ്മ കേറുന്നില്ലേ? അയ്യോ, സൽക്കാരം ഒന്നും വേണ്ട, ഞാൻ പോവാ. ഭാര്യ തിരിച്ചു വന്നല്ലോ. ഇനി രവി എന്തിനാ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? ഓഫീസിലേക്ക് പോ രവി. രവിയെ വിശ്വസിച്ച ഒരു സ്ഥാപനം ഏൽപ്പിച്ചിട്ട് ഇപ്പൊ തലയുമില്ല വാലുമില്ല എന്ന അവസ്ഥയായി. ഞാൻ നാളെ പോയ പോരെ മതി? പറ്റത്തില്ല, ഇന്ന് തന്നെ വേണം. അമ്മ പറഞ്ഞതനുസരിക്ക് വേഗം പോവാൻ നോക്ക്. ചെല്ല്. എന്റെ മോള് വാ, വന്ന് വിശ്രമിക്കേ. അമ്മ അടുക്കളോട് ചെല്ലട്ടെ. ഉച്ച കഴിഞ്ഞ് അപ്പച്ചമ്മയും കുട്ടി ഒന്ന് വൈദ്യശാലയിലേക്ക് പോണം. വാ. രവേട്ടനിത് എന്നാ നോക്കി നിൽക്കുക? പെട്ടെന്ന് ഡ്രസ്സ് മാറി ഓഫീസിൽ പോവാൻ നോക്ക്. ശരി. അതെ, എന്നെ എന്നാ ഈ
കാവടി അടിച്ചാൻ പഠിപ്പിച്ചെന്നെ. അയ്യോ, അങ്ങനെ കാവടി എടുക്കാനൊന്നും പറ്റത്തില്ല. അതെന്നാ? അതിന് ഒരുപാട് വ്രതം എടുക്കണം. വ്രതവോ? അതെന്നതാ? അതിപ്പോ എന്നും രാവിലെ എഴുന്നേറ്റ് നന്നായി കുളിക്കണം. ഇറച്ചിയും മീനും മുട്ടയും കഴിക്കാതെ എപ്പോഴും ദൈവത്തെ പ്രാർത്ഥിച്ച് നല്ല മനസ്സോടെ ഇരിക്കണം. എന്റെ മനസ്സ് നല്ല സൂപ്പർ മനസ്സാ. പക്ഷേങ്കിലേ മീനും മുട്ടയൊക്കെ തിന്നിട്ട് കാവടി എടുത്താ മതി. നമുക്ക് നോക്കാം. നോക്കാം. അതെ, എന്നെ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്താ കൊണ്ടുപോകാത്തെ? നമ്മൾ അടുത്ത ദിവസം തന്നെ പോവല്ലോ. ആ, പിന്നല്ലാതെ. എങ്ങനെ എന്റെ വീട് കണ്ടുപിടിക്കുന്നേ? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. പളനി മുരുകൻ നമുക്ക് വഴി കാട്ടിത്തരും. ഈ പനളി മുകുരനും നമ്മുടെ കൂടെ വരുന്നുണ്ടോ? ഉണ്ടെന്നേ. ഞാൻ എവിടെ പോയാലും പളനി മുരുകൻ എന്റെ കൂടെ ഉണ്ടാവും. ഈ കാവടിയിലുണ്ട് പളനി മുരുകൻ. അങ്ങനെയാണോ? പനളി മുകുരൻ. മതി. എവിടാ നീ ഇപ്പോ? ഞാനൊരു വഴി വരെ പോവാ. മതി. നീ എവിടേക്ക് പോവുകയാണെങ്കിലും വണ്ടി എവിടെ നിർത്ത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് വയലോരം വീട്ടിലേക്ക് വാ. അത് മതി. ഞാനൊരു അത്യാവശ്യ കാര്യത്തിനായി. നിനക്ക് എന്നെക്കാളും വലിയ എന്ത് അത്യാവശ്യം ഉള്ളത്? വണ്ടി തിരിച്ചു വരാൻ പറഞ്ഞാ വന്നോളണം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മതി. അതിപ്പോ ഞാൻ വന്നാലും നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അവിടെ അമ്മയും അപ്പച്ചിയമ്മയ്ക്ക് ഇല്ലേ? ഓ, ഒരു കുമ്മയും കുപ്പച്ചിയമ്മയും ഒക്കെ. അമ്മമാര് രണ്ടുപേരും കൂടെ വൈദ്യശാലയിലേക്ക് പോയേക്കുക. അതാ നിന്നെ വിളിച്ചത്. ഞാൻ വൈകിട്ട് വന്നാ പോരെ? മതി. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടോ. വിളിച്ചാ വിളിപ്പുറത്ത് വന്നേക്കണം. ഞാൻ വരാ. മതി. പെട്ടെന്ന് വേണം. പെട്ടെന്നെന്ന് പറഞ്ഞാ പെട്ടെന്ന്. ഞാൻ എത്തി. മതി. ഇപ്പൊ എത്താം. ഹലോ, നീ എത്താറായില്ലേ? വീടിന്റെ പടിക്കലെത്തി. ശരി. മതി. 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 ശേ, മതി. 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 നീ എവിടെയാ? മതി. 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 മതി.
എന്താ ഇത്? ഭ്രാന്ത്. നിനക്ക് മനസ്സിലായില്ലേ? ഭ്രാന്താടാ എനിക്ക്. നിന്നോടുള്ള ഇഷ്ടവും ബാക്കിയുള്ളവരോടുള്ള പകയും എല്ലാം കൂടിക്കലർന്നുള്ള ഭ്രാന്ത്. മതി, ഞാൻ അന്നും ഇന്നും എന്നും മതിയുടെ കൂടെ തന്നെ അല്ലേ? ആയിക്കോട്ടെ, ഒരു കാര്യം നീ പ്രത്യേകം ഓർത്തോണം. എന്റെ സഹായം, എന്റെ പണം, ഇത് രണ്ടും കൊണ്ട് മാത്ര നീ പിടിച്ചു നിൽക്കുന്നത്. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല മതി. ഇത് പറയാൻ വേണ്ടിയാണോ എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഓ, നിനക്ക് നൊന്തോ? എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ നിനക്ക് അസ്വസ്ഥതയാണല്ലോ. അസ്വസ്ഥത അല്ല മതി, സത്യം പറഞ്ഞ വിഷമമാ. ഞാൻ തിരിച്ചറിയപ്പെടാതെ പോകുന്നതിന്റെ സങ്കടം. സങ്കടത്തിന്റെ യഥാർത്ഥ കാരണം അത് തന്നെയാണോ? അതോ നിന്റെ കുട്ടിമണിയെ കാണാത്തതിന്റെയോ? അയ്യോ, തെറ്റിപ്പോയി. കുട്ടിമണിയല്ലല്ലോ, കുട്ടു. ഞാനിവിടെ ഇല്ലാത്ത കുറച്ചു ദിവസം അവളുമായിട്ടങ്ങ് സന്തോഷിച്ചു നീ, അല്ലടാ? എന്ത് സന്തോഷമാ മതി. സീതയുടെ ആ സംഭവത്തിന് ശേഷം ശരിക്കും ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. രുചിയോടെ ഒരു പിടി വറ്റി കഴിച്ചിട്ടില്ല. ആ മഹാപാപവും എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഞാൻ അത് ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നീ കൂടുതൽ ക്ഷോഭിക്കൊന്നും വേണ്ട, ഇമോഷണൽ ആവുകയും വേണ്ട. എന്റെ മനസ്സിൽ തോന്നുന്നത് എന്തോ അത് ഞാൻ പറയും. അത് നിനക്കറിയാലോ. നിന്നോട് എനിക്കുള്ള സ്നേഹം പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്റെ ഭ്രാന്താണ്. അത് വിട്. ഞാനിപ്പോ നിന്നെ വിളിച്ചു വരുത്തിയത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാ. ഈ നശിച്ച പ്രേതഭവനത്തിൽ നിന്ന് താമസം മാറ്റിയല്ലോ എന്ന് ഞാൻ ആലോചിക്കുക. ഞങ്ങളുടെ തന്നെ 4-5 വീട് ടൗണിൽ കിടക്കുക. അവിടേക്ക് മാറിയാലോ? അയ്യോ, അപ്പൊ നമ്മളെങ്ങനെ മതി? കാണുമെന്നല്ലേ? അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. വാ പറയാം. വാ ഇരിക്കേ. മതി. വാടാ. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ടടാ. നീ ഈ ടാക്സി കാറും കൊണ്ട് ഊര് തണ്ടുന്ന പണിയൊക്കെ അങ്ങ് നിർത്ത്. പിന്നെ അവിടെയാണ് മതികലയുടെ ബുദ്ധി. നിന്നെ ഒരു പ്രധാന പോസ്റ്റിൽ ഞാൻ എന്റെ കമ്പനിയിലങ്ങ് നിയമിക്കും. അയ്യോ മതി, അതെങ്ങനെ സാധിക്കും? മറ്റുള്ളവരുടെ നോട്ടത്തിൽ ഞാൻ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണ ഡ്രൈവറാ. അതൊന്നും നീ അറിയണ്ട. നിയമിക്കുന്നതേ ഞാനാ. നീ താമസിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഔട്ട് ഹൗസിൽ. മതി, ഇതൊക്കെ നടക്കുവോ? നടക്കും, നടത്തിയിരിക്കും. പൈലോരം വീട്ടിൽ പുതിയ ചില സംഭവങ്ങൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്ത് സംഭവങ്ങള്? കണ്ടോ നീ? ഒരുപാട് നീറി നിൽക്കുന്ന പാവങ്ങളാ മതി ഇവിടുത്തേത്. കൂടുതൽ കൂടുതൽ അവരുടെ മുറിവിലേക്ക് മുളക് പുരട്ടരുത്. മയിലൂര് വീട്ടുകാരെ പറ്റി പറയുമ്പോ നിനക്ക് 1000 നാവാണല്ലോ. ഹലോ അച്ഛാ. നമ്മുടെ പുതിയ കമ്പനിയുടെ കൺസ്ട്രക്ഷൻ സ്കെച്ചും ബ്ലൂ പ്രിന്റും ഇപ്പൊ തന്നെ മെയിൽ ചെയ്യണം. ഞാൻ ഇന്നലെ രവിയോട് പറഞ്ഞിരുന്നു, അതോ മറന്നുപോയി? അയ്യോ അച്ഛാ, ഞാൻ ദാ ഇപ്പൊ തന്നെ മെയിലയക്കാം. ചേട്ടാ, ലാപ്ടോപ്പ് മറന്നല്ലോ. ഓഫീസിൽ കാണോ വീട്ടിൽ കാണോ? ചേട്ടാ, വണ്ടി ഒന്ന് തിരിച്ച്. എടാ, ഒന്നിച്ച് ജീവിക്കാൻ ഭാഗ്യമില്ലാതെ പോയ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചുള്ള എല്ലാ നിമിഷങ്ങളിലും എല്ലാ വിഷയങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയാതെ ഒന്നിച്ച് തന്നെ നിൽക്കണം. മനസ്സിൽ മറ്റ് ചിന്തകളോ കുറ്റബോധമോ ഒന്നും വേണ്ട. നാശം, എന്റെ ഭർത്താവാ. അങ്ങനെ ഇരിക്കുമ്പോ അങ്ങേർക്കൊരു ഭ്രാന്ത് കയറും, ശൃംഗാര ഭ്രാന്ത്. പിന്നെ എന്നെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങും. പൊന്നെ, മുത്തേ, തേനെ എന്നൊക്കെ വിളിച്ച് നമ്മളെ എത്രത്തോളം ഭ്രാന്താക്കാൻ പറ്റുമോ അത്രത്തോളം ഭ്രാന്താക്കും.
വീണ്ടും കിടന്ന് വിളിക്കോ? അവിടെ കിടന്ന് വിളിക്കട്ടെ. നീ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന എന്തിനാ? എന്റെ അടുത്തിരിക്കുമ്പോ സന്തോഷത്തോടെ ഇരിക്കണം. പറഞ്ഞ കേട്ടല്ലോ? സന്തോഷമാ മതി. കണക്കുകളൊക്കെ തീർക്കുന്ന എല്ലാവരും കൃത്യമായിട്ട് പറയുമ്പോൾ അതിനിടെ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണ്ടേ? സിജൻ ഈ വണ്ടി വാങ്ങിച്ചെന്ന എന്തുകൊണ്ടാ? എന്റെ രവിയേട്ടന്റെ പെങ്ങളുടെ ഭർത്താവാണ് സിജൻ, അതുകൊണ്ടാ. രവിയേട്ടൻ എന്ന് പറഞ്ഞാലേ എനിക്ക് എന്റെ ജീവനാ. രവിയേട്ടന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ സിജനോട് ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയാം. വണ്ടിയുടെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ സിജൻ രവിയേട്ടനെ കൂടെ ഒന്ന് പഠിപ്പിക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് രവിയേട്ടനെ കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്ത് മറ്റെന്തും. പിന്നെ വേറൊരു കാര്യം, അത് പേഴ്സണലാ. കേൾക്കുമ്പോ വിഷമം ഒന്നും തോന്നരുത്. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നടുത്തളത്തിൽ വെച്ചോ മുറ്റത്ത് വെച്ചോ എവിടെ വെച്ചോണെങ്കിലും ആവാലോ. ഞാനിത് പറയാൻ കാര്യേ, ഈ വീട്ടിൽ ആരും ഇല്ലാത്ത നേരത്ത് എന്നെ സിജനെ ആരെങ്കിലും കണ്ട എന്തെല്ലാം കഥകൾ പറഞ്ഞുണ്ടാക്കുമെന്ന് അറിയോ? മതി. അയ്യോ, നിങ്ങള് മുമ്പിലും പിറകിലുമായിട്ട് വന്നെന്നാ എനിക്ക് തോന്നുന്നത്. കാശിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ രവിയേട്ടൻ വന്നു. അല്ല, കണക്ക് ചോദിച്ച സ്ഥിതിക്ക് ഇനി മാസാമാസം കുറച്ച് കാശ് ഇങ്ങോട്ട് തരുമായിരിക്കും അല്ലേ? മതി മതി. അയ്യോ, രവിയേട്ടനോ? ഞാൻ സിജനോടെ നമ്മുടെ വണ്ടിയുടെ കണക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുവായിരുന്നു. അതെ. രവിയേട്ടൻ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? എന്താ? വന്നേ, വാ ഇരിക്ക്. അല്ല, എന്തു പറ്റി എന്റെ ചെക്കന്? ഏയ് ഒന്നുമില്ല. അല്ല, എന്തോ ഒന്നുണ്ട്. എന്തോ ഒന്ന് എന്റെ ചെക്കന്റെ മനസ്സിൽ കരടായിട്ട് കേറിയിട്ടുണ്ട്. രവിയേട്ടന്റെ മുഖം കണ്ടാൽ എനിക്കറിയത്തില്ലേ? ദേ, ഈ മുഖം വാടിയല്ലേ നോവുന്നത് എന്റെ മനസ്സാ. ഇല്ല മതി, ഒന്നുമില്ല. ഇല്ല രവിയേട്ട, അങ്ങനെ പറഞ്ഞാലേ ഞാൻ കുട്ടിയൊന്നുമല്ല വിശ്വസിക്കാം. അല്ല പൊന്നെ, ഞാൻ ആദ്യം പേടിച്ചു പോയി. പേടിച്ചെന്നോ? എന്തിന്? അല്ല, ഞാൻ വന്നിറങ്ങിയപ്പോ എന്റെ മതി ആരോടെ സംസാരിക്കുന്നതെന്ന്. മനസ്സിനോടാ സംസാരിക്കുന്നതെന്ന് ശബ്ദം കേട്ടപ്പോ മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാലും നമ്മുടെ മുറിയിലാണല്ലോ എന്നോർത്ത് അങ്ങ് പേടിച്ചു പോയി. എന്റെ പൊന്ന് രവിയേട്ടാ, എന്നെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ. അല്ല, രവിയേട്ടനെ എന്തോർത്ത് പേടിച്ചെന്നാ? അല്ല മതി, അത് വിട്. ഞാൻ എന്റെ തോന്നൽ പറഞ്ഞതേ ഉള്ളൂ. അത്തരം തോന്നലുകളൊക്കെ മുളയിലേ നുള്ളിക്കളയണം. രവിയേട്ടനോട് അനുവാദം ചോദിക്കാതെ ഞാനൊരു കാര്യം കൂടി സിജനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെന്താ? അല്ല,
സിജിനൊരു വണ്ടി വാങ്ങിച്ചു കൊടുത്തത് നമ്മളല്ലേ? ഉം. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഇടയ്ക്കെങ്കിലും നമ്മളോട് പറയേണ്ട ബാധ്യത സിജനുണ്ട്. അത് ഞാനൊന്ന് മനസ്സിജനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആ, അത് തെറ്റാണോ രവിയേട്ടാ? ഏയ് ഒരിക്കലും അല്ല മതി. ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യങ്ങള് കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ. എന്നാലും രവിയേട്ടന്റെ മനസ്സിൽ പേടി തോന്നിയെന്ന് പറഞ്ഞത് എനിക്കങ്ങ് വലിയ സങ്കടമായി. അങ്ങനെ പറയാതെ പൊന്നു. രവിയേട്ടന്റെ ഒരു പൊട്ട ബുദ്ധി തന്നെയാട്ടോ. തീരെ പാവോ രവിയേട്ടൻ. മനസ്സിജിന്റെ ശബ്ദം എന്റെ മുറിയിൽ നിന്ന് കേട്ടപ്പോ രവിയേട്ടൻ വേണ്ടാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടിയല്ലേ? ഏയ് ഒന്നുമില്ല മതി, അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് രവിയേട്ടൻ പറയും. പക്ഷെ എനിക്കറിയാലോ സത്യം. ദേ നോക്ക് രവിയേട്ടാ, എന്നെ പറ്റി രവിയേട്ടന്റെ മനസ്സിൽ ഒരിക്കലും ഒരു ചെറിയ കരട് പോലും ഉണ്ടാവരുത്. പിന്നെ ഞാനൊരു സാധാരണ പെണ്ണല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ പെണ്ണുങ്ങളെ പറ്റിയുള്ള ഒരു സംശയവും എന്റെ മേൽ രവിയേട്ടന് വേണ്ട. അല്ല, ആ വണ്ടിയുടെ കണക്ക് ചോദിച്ചപ്പോ സിജൻ എന്ത് പറഞ്ഞു? അത് ഞാൻ ചോദിച്ചില്ലല്ലോ. സിജൻ വന്ന് കേറിയല്ലേ ഉള്ളൂ രവിയേട്ടാ. നിങ്ങള് മുമ്പിലും പിറകിലുമായിട്ട് വന്നെന്നാ എനിക്ക് തോന്നുന്നത്. കാശിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ രവിയേട്ടൻ വന്നു. അല്ല, കണക്ക് ചോദിച്ച സ്ഥിതിക്ക് ഇനി മാസാമാസം കുറച്ച് കാശും കൂടെ തരുമായിരിക്കും അല്ലേ മതി? ആ, തരേണ്ടതാണ്. നമുക്ക് പിന്നെ പിടിച്ചു പറിച്ച് വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ. ഏതായാലും മതി, അത് പറഞ്ഞത് നന്നായി. സഹായിക്കാവുന്നതിന്റെ അങ്ങേയറ്റം നമ്മളെല്ലാരും സഹായിച്ചിട്ടുണ്ടല്ലോ. ആ, രവിയേട്ടന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതില് എനിക്ക് എന്നും സന്തോഷമേ ഉള്ളൂ. പക്ഷെങ്കി ആ നന്ദി സ്നേഹമൊക്കെ അവർക്കൊക്കെ തിരിച്ചും വേണം. ഉയ്യോ, ഞാൻ എന്തൊരു ഭാര്യ. രവിയേട്ടൻ വന്നിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് പിടിച്ചിരുത്തി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എന്താ രവിയേട്ടന് വേണ്ടത്? ചായയാണോ കാപ്പിയാണോ? എന്റെ പൊന്നിന്റെ കൈകൊണ്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം തന്നാലും രവിയേട്ടൻ സന്തോഷം. ഒന്ന് പോ ചെക്ക അവിടുന്ന്. ഇരിക്കേട്ടോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. സ്വന്തം അച്ഛനു ബലിയിടാൻ ഭാര്യയുടെ അനുവാദത്തിനു വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു മകൻ.